ശ്രീ പി വി ശ്രീനിജൻ എന്തായാലും ഇത്തരത്തിലൊരു നമ്പർ 554 വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നൊരു കണക്ക്. അപ്പോൾ കൗതുകമുള്ള ഒരു കണക്കാണ്. ഈ ഒരു 554 വോട്ടെന്ന ആ നമ്പറിലേക്ക് അങ്ങ് എത്തിയത് എങ്ങനെയാണ്? അത് തെരഞ്ഞെടുപ്പിന് ജയിച്ചതിന് ശേഷം ഞാൻ അതിന്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് കൃത്യമായിട്ട് ജനങ്ങളെ കണ്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ചാനൽ ചർച്ചയിലിരുന്ന്, നിങ്ങൾ സ്റ്റുഡിയോയിലിരുന്ന് എന്തൊക്കെ വിശകലനമാണ് നിങ്ങൾ നടത്തുന്നത്. തെരഞ്ഞെടുപ്പായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ഇപ്പോ സർവേ റിപ്പോർട്ടുകൾ വന്നു. അപ്പൊ എന്റെ മണ്ഡലത്തിൽ എന്ത് നടക്കുമെന്നൊന്ന് കൃത്യമായിട്ട് എനിക്ക് അറിവില്ല. ഞാൻ അങ്ങനെ തന്നെ, കാരണം ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ കഴിഞ്ഞ 5 വർഷം MLA ആയിരുന്നുകൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ന്യൂട്രൽ വോട്ടുകൾ, ഇപ്പൊ പാർട്ടി കണക്കുകളിൽ ഞാൻ പുറകിലാണെങ്കിലും അതിലപ്പുറം കൃത്യമായിട്ട് കോൺഗ്രസ് വോട്ടുകൾ എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ 2020 വോട്ടുകൾ എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്, ന്യൂട്രൽ വോട്ടുകൾ എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിവുള്ള ഒരാള് ഞാൻ മാത്രമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് 554 വോട്ടിന്റെ മുകളിൽ, അതൊരു ചിലപ്പോൾ അതിന്റെ അവസാനം ഒരു 0 കൂടി ചേരാം. അതെ, തീർച്ചയായിട്ടും ആ വാദത്തോട് യോജിക്കുന്നു. എന്തായാലും 554 മുകളിൽ എന്ന് പറയുമ്പോൾ 554 മുകളിലുള്ള ഏത് സംഖ്യയുമാകും, പക്ഷെ അതിന് താഴെയുള്ള സംഖ്യ ആകാൻ സാധ്യതയുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു നമ്പറിലേക്ക് പറയുമ്പോൾ 554 എന്ന നമ്പർ അല്ലെങ്കിൽ അതിന് മുകളിലേക്കെന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ ടൈറ്റ് ആണെന്ന് തന്നെ അല്ലേ? ഒരു ടൈറ്റും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് പഠിച്ചത് കൊണ്ടാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നിങ്ങളുടെ ചാനലുകളെ ഇപ്പൊ 24 കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 3-ാം സ്ഥാനം തന്നിരുന്നു. അത് നിങ്ങളുടെ കണക്കായിരുന്നു. പക്ഷെ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോസ്റ്റ് ഇട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ 1-ാം സ്ഥാനത്ത് ജയിച്ചു കയറിയ ഒരാളാണ്. അപ്പൊ ചാനൽ ചർച്ചകൾക്ക് അപ്പുറം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ, MLA എന്നുള്ള രീതിയിലും, ജനങ്ങളായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിലും എന്റെ ആത്മവിശ്വാസം കൃത്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്, അല്ലെങ്കിൽ കൗണ്ടിങ്ങിന് ശേഷം ഇത് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അത് ഞാൻ കൃത്യമായിട്ട് പറയുന്ന അത്രയും ആത്മവിശ്വാസമെങ്കിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ പ്രകടിപ്പിക്കണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ പ്രകടിപ്പിക്കണം. ഈ പോസ്റ്റ് വന്നതിന് ശേഷം കുറച്ച് സമയമേ ആയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. പ്രതികരണങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയോ? എല്ലാരും വിളിക്കുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് ഇത്തരം കൃത്യമായിട്ട് ഇങ്ങനെ പ്രവചിക്കുമ്പോഴാണല്ലോ നിങ്ങളിപ്പോ എന്നെ വിളിക്കാൻ കാരണം. ഞാൻ ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടാണല്ലോ. അപ്പൊ ഇതിലൊക്കെ ഒരു കൗതുകമുണ്ട്. പല പല നമ്മളുടെ ഒരു അഭിപ്രായങ്ങളും നമ്മുടെ ഒരു കോൺഫിഡൻസും അത് ജനങ്ങളെ അറിയിക്കുക. പിന്നെ എന്റെ മണ്ഡലത്തിലെ സാധാരണ വോട്ടർമാരും സഖാക്കളും അവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പലരും പലതരത്തിലുള്ള ടെൻഷനിലാണ്. അവർ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. പക്ഷെ ഇത് ഞാൻ പരസ്യമായിട്ട് ജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുക്കുമ്പോൾ നമ്മൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഓക്കെ, എന്തായാലും ആ കോൺഫിഡൻസ് നല്ലതാണ്. മുൻകൂറായി ആശംസ. എന്തായാലും ജയിച്ചു വരട്ടെ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് ശ്രീ പി വി ശ്രീനിജൻ. പി വി ശ്രീനിജനാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചത്. ഈ 554 എന്ന വോട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ കൃത്യമായി അറിയാം. അപ്പോൾ ആ മണ്ഡലത്തിലെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് തൻ്റെ കൂടെയുള്ളവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിനായി ഈ 554 എന്ന നമ്പർ പറഞ്ഞത്. ആ 554 മുകളിൽ എത്രയും ആകാം, ചിലപ്പോൾ ഒരു 0 കൂടി ഉണ്ടാകാം എന്ന് അദ്ദേഹം പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.